കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ് കയ്യൂർ. ആ കയ്യൂർ ഡിവിഷനിൽ നിന്ന് ഇത്തവണ മത്സരിക്കുന്നത് ഒക്ലാവ് കൃഷ്ണനാണ്. പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വളരെ സജീവമായി ഈ ഡിവിഷനിലുണ്ട്. ഈ അവസാന ലാപ്പിലേക്ക് നമ്മൾ പ്രചാരണം എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? വലിയ മുന്നേറ്റമാണ് കയ്യൂർ ഡിവിഷനിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഞാനവിടെ കല്ലാറുകാരനായിട്ടുള്ള ഞാനവിടെ സ്ഥാനാർത്ഥിയായിട്ട് പോയതിനു ശേഷം അവിടുത്തെ ജനവിഭാഗങ്ങൾ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അധികമായിട്ട് എന്നെ പൊതുവെ നല്ല നിലയിൽ സ്വീകരിക്കുന്ന സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ കയ്യൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കയ്യൂർ രക്തസാക്ഷികൾ, അതുപോലെ തന്നെ ചീമേനി രക്തസാക്ഷികളുടെ രക്തം വീണ ആ ചുവന്ന മണ്ണിൽ നിന്ന് ഒരു 4,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. LDF സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ കൊണ്ട് നാട്ടിൽ വലിയ നിലയിലുള്ള ഗുണഫലങ്ങളാണ് ലഭിച്ചത്. റോഡാണെങ്കിലും പാലമാണെങ്കിലും കാർഷിക മേഖലക്കകത്ത് തൊഴിലുറപ്പ് മേഖലക്കകത്ത് അങ്ങനെ വേണ്ട സമസ്ത മേഖലയിലും നല്ല മുന്നേറ്റം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ ജനങ്ങൾക്ക് സർക്കാരിനെ സംബന്ധിച്ച് നല്ല ആവേശമാണ്. മാത്രമല്ല, ഇപ്പോൾ കർഷക തൊഴിലാളി ക്ഷേമ പെൻഷൻ 2,000 സർക്കാർ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ അത് 3,600 ആളുകളുടെ കയ്യിൽ ലഭിച്ചത്. അങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആളുകളെ പോയി ഞാൻ കണ്ടപ്പോൾ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അവരുടെ പുഞ്ചിരി എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പൊതുവെ എല്ലാ മേഖലയിലും ഒരു ഇടതുപക്ഷത്തിൻ്റെ തേരോട്ടമാണ് ആ മണ്ഡലത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല, ജില്ലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം ബേബി ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. 6 ദേശീയ അവാർഡുകളാണ് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്തിന് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഒരു ഇടത് തരംഗമാണ് ഈ ജില്ലയിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ ഭരണം ജനങ്ങൾ ആ നിലയിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് അവിടുത്തെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചു, 4,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ അവിടെ വിജയിക്കും. ആ നിലയിൽ തന്നെയാണ് രാഷ്ട്രീയത്തിന് അതേമായിട്ട് കോൺഗ്രസ് ഒന്നോ BJP ഒന്നോ UDF ഒന്നോ നോക്കാതെ മുഴുവൻ ആളുകളും എൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് ഞാൻ കടകൾ, സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പല മേഖലയിലും ഇപ്പം ഖാദി ഒരുപാട് ഖാദി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയാണ്. അവിടെ തൊഴിലാളികളെ കണ്ടു. അങ്ങനെ എല്ലാ വിഭാഗം, നാനാജാതി മതസ്ഥർ, എല്ലാ വിഭാഗം ജനങ്ങളും എൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് വലിയ അംഗീകാരമാണ് എനിക്ക് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ വിജയിച്ചാൽ അടുത്ത 5 വർഷക്കാലം ജില്ലയുടെയും ആ മണ്ഡലത്തിൻ്റെയും സമഗ്ര വികസനത്തിന് വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി സംഭാവന അവിടെ ചെയ്യുമെന്ന് ഞാൻ വോട്ടർമാർക്ക് ഉറപ്പ് നൽകുകയാണ്. മണ്ഡലത്തിൽ 38 വാർഡുകളാണ് വരുന്നത്. ആ 38 വാർഡുകളിലും സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ നല്ല രീതിയിലുള്ള അംഗീകാരം എനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ വോട്ടർമാർക്കും ജനങ്ങൾക്കും ഒരു പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഏതായാലും കയ്യൂർ ഡിവിഷനിൽ വളരെ അധികം പ്രചാരണത്തിൽ മുന്നിലാണ് LDF സ്ഥാനാർത്ഥി ഒക്ലാവ് കൃഷ്ണൻ. കയ്യൂർ ഡിവിഷനിൽ നിന്ന് മികച്ചൊരു വിജയം തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ചരിത്ര മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.